സിമ്പിളായി പറഞ്ഞാൽ ഒരു ബിസിനസ്സിന്റെ ക്ലിയർ പിക്ചറാണ് അക്കൗണ്ടിങ്. ഒരു ബിസിനസ്സുകാരന് അദ്ദേഹത്തിന്റെ ബിസിനസ് വളരുകയാണോ തളരുകയാണോ എന്നുള്ള ക്ലാരിറ്റി കൊടുക്കുന്നതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഞാൻ ഉല്ലാസ് ഫ്രം അക്കൗണ്ട്. ഈ വീഡിയോ സീരീസിലൂടെ അക്കൗണ്ടിങ്ങിനെ നമ്മൾ പൂർണ്ണമായും ഡീകോഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ കേട്ട് പഠിച്ച കണക്കും ടാക്സും ചേർന്ന ഒരു ബോറൻ സബ്ജക്റ്റ് അല്ല ഇത്, മറിച്ച് നിങ്ങളുടെ ബിസിനസ്സിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട വിശ്വസ്ത സഹചാരിയാണ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്നത് ഒരു ബിസിനസ്സിന്റെ ഡാഷ്ബോർഡാണ്. അതില്ലാതെ നിങ്ങൾ കണ്ണടച്ച് പറക്കുകയാണ്. കണ്ണടച്ച് പറഞ്ഞാലുള്ള സ്ഥിതി അറിയാമല്ലോ, എവിടെയെങ്കിലും ചെന്ന് ഇടിച്ച് വീഴും. പ്രധാനമായും 3 രീതിയിലാണ് ബിസിനസ്സിനെ അക്കൗണ്ടിങ് സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന്, ബിസിനസ് ഗ്രോത്ത്, ബിസിനസ്സിന്റെ വളർച്ചയെ സപ്പോർട്ട് ചെയ്യുന്നു. കൃത്യമായ വില നിശ്ചയിക്കുവാനും ഇൻവെന്ററി മാനേജ് ചെയ്യുവാനും അക്കൗണ്ടിങ് സഹായിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു റെസ്റ്റോറൻറ്റിന്റെ ഡെയിലി സെയിൽസും കോസ്റ്റും ട്രാക്ക് ചെയ്യുക വഴി ഏറ്റവും പ്രോഫിറ്റുള്ള ഡിഷ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവുകയും അതിനനുസരിച്ച് മെനു ക്രമപ്പെടുത്തുകയും ചെയ്യാം. 2, ഡിസിഷൻ മേക്കിംഗ്, അതായത് ബിസിനസ് തീരുമാനങ്ങൾ എടുക്കുന്നതിന്. ഇപ്പോൾ നമുക്ക് ബിസിനസ് ഒന്ന് വിപുലപ്പെടുത്തണം, ചിലവ് ചുരുക്കണം, അതുപോലെ പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണം, അങ്ങനെ ഒരു ബിസിനസ്സിന്റെ ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനെല്ലാം അക്കൗണ്ടിംഗ് ഡാറ്റ വളരെ അത്യന്താപേക്ഷിതമാണ്. 3, കംപ്ലയൻസ്, സമയബന്ധിതമായ GST ഫയലിങ്ങുകൾ, TDS പേയ്മെന്റുകൾ, ഓഡിറ്റ് റെഡിനെസ് എന്നിവ ഉറപ്പാക്കുന്നത് വഴി പിഴകൾ ഒഴിവാക്കുവാനും അതുപോലെ തന്നെ ബിസിനസ്സിന്റെ വിശ്വാസ്യത വളർത്തുവാനും അക്കൗണ്ടിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. അക്കൗണ്ടിങ് കൃത്യമല്ലാത്ത മിക്ക ബിസിനസ്സുകാർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. ഒരു അപ്പാരൽ റീറ്റെയിൽ ചെയിൻ കേരളത്തിൽ 3 ബ്രാഞ്ചുകളുണ്ട്. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു മാസം 80 മുതൽ 90 ലക്ഷം രൂപ വരെ അവർക്ക് സെയിൽ ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും ക്യാഷ് ക്രഞ്ച് അനുഭവപ്പെടുന്നു. അതായത് വെണ്ടർമാർക്ക് കൃത്യമായി ക്യാഷ് കൊടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ സാലറി ടൈമിൽ പുറത്തുനിന്ന് കടമെടുക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഫാസ്റ്റ് മൂവിങ് ഐറ്റം സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പരിഹാരമായി ഞങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ച് അവർ ഓരോ ബ്രാഞ്ചിലും സെയിൽസും കോസ്റ്റും ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. ക്യാഷ് ഇൻഫ്ലോ, ഔട്ട്ഫ്ലോ, നെറ്റ് പൊസിഷൻ തുടങ്ങിയവ കാണിക്കുന്ന വിധത്തിൽ ഒരു ക്യാഷ് ഫ്ലോ ഡാഷ്ബോർഡ് നിർമ്മിച്ചു. അനലൈസ് ചെയ്തപ്പോൾ പല കാര്യങ്ങളും മനസ്സിലായി. ഏതാണ്ട് 33 ലക്ഷം രൂപയോളം റിസീവേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 40% 60 ദിവസത്തിന് മുകളിൽ പെൻഡിങ് ആയിരുന്നു. അതിൽ ഭൂരിപക്ഷവും B2B ബയേഴ്സും ബൾക്ക് ഓർഡറുകളും. അതുപോലെ തന്നെ 40 ലക്ഷം രൂപയുടെ ഡെഡ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതിൽ ഭൂരിപക്ഷവും ഔട്ട് ഓഫ് ഫാഷൻ ആയിരുന്നു. സൊല്യൂഷനായി ഞങ്ങൾ ഫോളോ അപ്പ് SOP നടപ്പിലാക്കി. ഇയർലി പേയ്മെൻറ്റിനുള്ള ഇൻസെൻറ്റീവ് നൽകി. അതുപോലെ പുതിയ ബയേഴ്സിനുള്ള ക്രെഡിറ്റ് ലിമിറ്റുകൾ നടപ്പിലാക്കി. പഴയ സ്റ്റോക്കുകൾ ഘട്ടം ഘട്ടമായി വിറ്റഴിക്കാനുള്ള സ്ട്രാറ്റജി പ്ലാൻ ചെയ്തു. അതിൻ്റെ ഫലമായി വെറും 2 മാസത്തിനുള്ളിൽ തന്നെ ക്യാഷ് ഫ്ലോയിൽ 30% മെച്ചമുണ്ടായി. GST ഫയലിങ്ങുകൾ കൃത്യസമയത്ത് നടന്നു. പിഴകൾ ഒഴിവാക്കി. വെൻഡർ റിലേഷൻഷിപ്പുകൾ മെച്ചപ്പെട്ടു. മികച്ച ക്രെഡിറ്റ് ടേംസ് ലഭിച്ചു. റീസ്റ്റോക്കിംഗ് എളുപ്പമായി. പഴയ സ്റ്റോക്കുകൾ വിറ്റഴിച്ചത് കൊണ്ട് ക്യാഷ് ഫ്ലോ കൂടി. ക്യാഷ് ഫ്ലോ സുഗമമായി. അക്കൗണ്ടിങ് ബാക്ക് ഓഫീസിൽ നിന്ന് ബോർഡ് റൂമിലേക്ക് മാറുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. അതായത് അക്കൗണ്ടിങ്ങിനെ കംപ്ലയൻസ്, ടാക്സ് ഫയലിംഗ്, ബുക്ക് കീപ്പിംഗ് തുടങ്ങിയവയിൽ ഒതുങ്ങിയ ഒരു സപ്പോർട്ടിംഗ് ഫംഗ്ഷനായി കാണാതെ ഇതിനെ ഒരു ഡിസിഷൻ മേക്കിംഗ് എഞ്ചിനായി യൂസ് ചെയ്യുക. അക്കൗണ്ടിങ് എന്നത് ഫിനാൻഷ്യൽ ഡാറ്റ റെക്കോർഡ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അത് അനലൈസ് ചെയ്യുന്നു, അതുപോലെ വിഷ്വലൈസ് ചെയ്യുന്നു, ആക്ഷൻ എടുപ്പിക്കും. അക്കൗണ്ടിങ് മാത്രമല്ല, ബിസിനസ് വളർച്ചയ്ക്കുള്ള പ്രായോഗിക ടിപ്പുകളും ഈ സീരീസിൽ ഉൾപ്പെടും.